നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളിലാണ് മലബാറും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സ്വാധീനവും ഇത്തവണത്തെ നിയമസഭാ പോരിൽ പ്രകടമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. രമ്യാദാസ് ചേരുകയാണ്. രമ്യ, തെക്കൻ കേരളത്തിനും മധ്യ കേരളത്തിനും വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇക്കുറിയും NDAക്കുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മിന്നുന്ന വിജയം, ചിലയിടങ്ങളിൽ അട്ടിമറി വിജയം തന്നെ NDAക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തൽ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ NDAയുടെ ഒപ്പം മറ്റ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷകൾ എത്രത്തോളമാണ്? തീർച്ചയായും KP, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ആവശ്യത്തിൽ തന്നെയാണ് NDA ഉള്ളത്. കാരണം നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ മികച്ച വിജയം നേടാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടിയും പ്രവർത്തകരും എല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ കൃത്യമായി തന്നെ മൂന്ന് മുന്നണികളും വളരെ പ്രചരണ പരിപാടികളും അതുപോലെ തന്നെ ഇത്തരത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളെല്ലാം അതിൻ്റെയൊക്കെ എല്ലാം ഈ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മൂന്ന് മുന്നണികളും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു കുതിപ്പ് UDFനെ നമുക്കറിയാം. അത്തരത്തിലൊരു കുതിപ്പിലാണ്, ആത്മവിശ്വാസത്തിലാണ് UDF മുന്നണിയുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള മുന്നണി ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നണി വിപുലമാക്കാൻ ഉൾപ്പെടെയുള്ള ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ച ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിർണ്ണയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് UDF കടക്കുക. പക്ഷേ എന്നാൽ LDFനെ എടുത്ത് നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ ഒരു പരാജയത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥയിലാണ് LDF മുന്നണിയുള്ളത്. ഈ UDFന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു. അതുപോലെ തന്നെ LDFന് പലയിടങ്ങളിലും വോട്ട് കുറയുക സാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശബരിമല വിഷയം, അതുപോലെ തന്നെ ഈ ഒരു ഭരണവിരുദ്ധ വികാരം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് LDF ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ജനവിശ്വാസം നേടിയെടുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് ആദ്യഘട്ടത്തിൽ LDF മുന്നണി കടക്കുന്നത്. ഇന്നിപ്പോൾ ബേപ്പൂരിൽ നിന്നും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ജനസമ്പർക്ക പരിപാടികളെല്ലാം, അതായത് വീട് കയറിയുള്ള ഗൃഹസമ്പർക്ക പരിപാടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ബേപ്പൂരിലായിരുന്നു തുടക്കം. ബേപ്പൂരിൽ കഴിഞ്ഞ തവണയും അദ്ദേഹം മത്സരിച്ച ഇടമാണ്. അത്തരത്തിൽ ബേപ്പൂരിൽ നിന്ന് അത്തരത്തിലുള്ള പരിപാടികളെല്ലാം LDF മുന്നണി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ BJPയും ഇത്തരത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തിലാണ്. കാരണം നമുക്കറിയാം, കോഴിക്കോട് കോർപ്പറേഷനിൽ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 13ആയി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കൂടെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഇത്തരത്തിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം, വലിയ വിജയം, വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് NDA ക്യാമ്പുകൾക്ക് നൽകുന്നത്. രമ്യാദാസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.